എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പാച്ച് വർക്ക് വരുന്ന മോഡലിൽ ഒരു സ്ട്രഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഷർട്ട് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷർട്ട് ആയിട്ട് യൂസ് ചെയ്യാം. ഇതൊരു റെഫറൻസ് വീഡിയോ ആണ്. അപ്പം നമുക്ക് അയച്ചിരുന്ന ഫോട്ടോ നിങ്ങൾ സ്ക്രീനിൽ തംബ്നെയിലിൽ കാണുന്ന ഫോട്ടോ ആണ്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന ബാലൻസ് ക്ലോത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് മീറ്റർ വെച്ചിട്ട് കുറച്ചധികം ക്ലോത്ത് മേടിച്ചിട്ട്, അതായത് ഇപ്പോഴത്തെ മോഡൽ ഉണ്ടല്ലോ അജ്രക് പ്രിന്റ് വരുന്ന കോട്ടന്റെ ക്ലോത്ത് അങ്ങനത്തത് മേടിച്ചിട്ട് നിങ്ങൾക്ക് സെയിം ഇതേ മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. എങ്ങനെയാ ചെയ്യാൻ നോക്കാം. യോക്ക് പീസിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതേപോലെ ലൈനിങ് എടുത്തിട്ടുണ്ട്. സ്കേർട്ട് പീസിന്, അതായത് താഴേക്ക് വരുന്ന പോർഷനിൽ ലൈനിങ് ആഡ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി താഴെ നമ്മൾ നിറയെ പ്രിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോട്ടന്റെ ക്ലോത്തും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും. അതുകൊണ്ടാണ് താഴെ ലൈനിങ് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിലേക്കുള്ള പീസ് രണ്ടാക്കി മടക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലേക്കുള്ള പീസ് എടുക്കാം. ഫ്രണ്ടിലും ബാക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതെന്താന്ന് പറയാം. ആദ്യം തന്നെ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് ലെങ്ത്തിലാണ്. നമ്മൾ ബാക്ക് പീസിന് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് 14 ഇഞ്ചാണ്. അതായത് 13 ഇഞ്ച് ലെങ്ത്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 14 ഇഞ്ച് ലെങ്ത് ആണ് ബാക്ക് പീസിന് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 1.5 ഇഞ്ച്, അതായത് 1.5 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പീസിന് ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 12.5 ഇഞ്ചാണ് ഫ്രണ്ടിലേക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലാണ് നമ്മൾ ഓപ്പണിംഗ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഇതേപോലെ ഓപ്പൺ ആയിട്ടുള്ള, അതായത് രണ്ട് പീസും ഓപ്പൺ ആയിട്ടുള്ള ഭാഗം വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ സ്കെയിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യാനാണ്. ആ ക്ലോത്തിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ സ്കെയിൽ വെച്ച് വരയ്ക്കുന്നത്. അതിനുശേഷം 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു ഇഞ്ച് വിടുത്തുള്ള ആ ഒരു നമ്മൾ ഷർട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു പട്ടി പോലെ കണ്ടിട്ടില്ലേ, അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2.5 ഇഞ്ച് വിടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്ര വിടുത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 2 ഇഞ്ച് ആക്കിയിട്ട് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പീസും അതുപോലെ തന്നെ ഫ്രണ്ട് പീസും തമ്മിലുള്ള വ്യത്യാസം. ലെങ്ത് എടുക്കുന്ന സമയത്ത് ഒരു 1.5 ഇഞ്ചെങ്കിലും വ്യത്യാസം ഉണ്ടാവണം. എന്നാൽ മാത്രമേ ശരിക്കും നമുക്ക് ആ ഷർട്ട് തയ്ച്ച് വരുമ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എടുത്തറിയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത്ര തന്നെ അങ്ങോട്ട് എടുത്ത് കാണിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ 1.5 ഇഞ്ച്, അതായത് എത്രയാണോ നിങ്ങൾ ബാക്ക് പീസിന് ലെങ്ത് എടുക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര താഴ്ന്നിട്ട് വേണ്ട, കുറച്ചും കൂടി പൊങ്ങിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എടുക്കാം. പക്ഷെ എത്രയാണോ ബാക്കിലെ പീസിന് ലെങ്ത് എന്ന് വെച്ചാൽ അതിൽ നിന്ന് 1.5 ഇഞ്ച് കുറച്ചിട്ട് വേണം ഫ്രണ്ട് പീസിന് ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വിഡ്ത്തും അധികം എടുക്കണം. ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ആദ്യം ബാക്ക് പീസ് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പീസ് വെക്കുന്ന സമയത്ത് നമ്മൾ 2.5 ഇഞ്ച് മാറ്റിയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈനാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ. സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇതുപോലെ തന്നെ വെക്കുക. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, താഴെ ലെങ്ത് കുറച്ച് കൂടുതലാണ് ബാക്ക് പീസിന്, ഫ്രണ്ട് പീസിന് ലെങ്ത് കുറവാണ്. അതേപോലെ തന്നെ 2.5 ഇഞ്ച് നമ്മൾ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട, ഞാൻ ആദ്യം വരച്ചിട്ടുള്ള ലൈൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. നമ്മൾ കോളർ, അതായത് ഷർട്ട് കോളർ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയാണോ ഷോൾഡർ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 7.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുക. നോർമൽ ആയിട്ട് നമ്മൾ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുക. അതിന്റെ കൂടെ 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 7.5 ഇഞ്ചാണ് ഷോൾഡറിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ളത്. നോർമൽ കേസിൽ നമ്മുടെ ആം ഹോൾ എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അതിലേക്ക് 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 7.5 ഇഞ്ചാണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുക. പക്ഷെ ഇവിടെ നമുക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം ആം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് 7 ഇഞ്ചാണ് നമ്മുടെ നോർമൽ ആം ഹോൾ, അത് നമ്മൾ 6.5 ആക്കി എടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് 1/2 ഇഞ്ച് കൂട്ടിയിട്ട്, അതായത് ഷോൾഡർ സ്റ്റോപ്പിന് വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആം ഹോളിനുള്ള ആ ലൈൻ വരയ്ക്കാൻ. അതെന്തിനാന്ന് വെച്ചാൽ ഫ്രണ്ടിലെയും ബാക്കിലെയും ക്ലോത്തുകൾ തമ്മിൽ ലെങ്ത്തിൽ വേരിയേഷൻസ് ഉണ്ട്. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ആം ഹോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് കുറച്ചിട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. ഒന്നിച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് ആ വ്യത്യാസം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം ഇവിടെ ബാക്കിലേക്കുള്ള ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുക. അതിന്റെ കൂടെ സീം അലവൻസ് മാർക്ക് ചെയ്യുക. 9 ഇഞ്ചാണ്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ താഴത്തുള്ള അളവ് മാർക്ക് ചെയ്യുന്നുണ്ട്. 8 ഇഞ്ചാണ്. അതിലേക്കും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴെയും മുകളിലും ലെങ്ത്തിൽ വേരിയേഷൻ ഉണ്ട്. അപ്പം രണ്ട് ഭാഗത്തും ഇതേപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചരിച്ചുകൂടി വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഷർട്ട് കോളർ ആണ് കൊടുക്കുന്നത് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ കേസിൽ നമ്മൾ ഷർട്ട് കോളർ കൊടുക്കുന്ന സമയത്ത് 3 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ നമുക്ക് ഫ്രണ്ടിലെയും ബാക്കിലെയും പീസുകൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അതായത് ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് ഒരേ ലെവലിലേക്ക് വരും.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ എടുക്കുന്നതിനേക്കാളും കുറച്ച് കുറച്ചിട്ട് വേണം ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനിവിടെ 2.5 ഇഞ്ചാണ് ഫ്രണ്ടിലെ പീസിന് ലെങ്ത് എടുത്തത്. 2.5 ഇഞ്ച് ലെങ്ത് എടുത്തിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാനൊരു റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. അതായത് വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കല്ല, കുറച്ച് അടുപ്പിച്ചിട്ട് വരുന്ന രീതിയിലുള്ള ഒരു റൗണ്ട് നെക്ക് വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കിലേക്കും ഒരു റൗണ്ട് നെക്ക് വരച്ചിട്ടുണ്ട്. ഈ ബാക്കിലുള്ള നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാനുണ്ടാവും. പക്ഷെ ഇപ്പൊ തൽക്കാലം 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ റൗണ്ട് നെക്ക് വരയ്ക്കുക കേട്ടോ. മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമ്മൾ കട്ട് ചെയ്യുക. ആദ്യം ബാക്കിലുള്ള ആം ഹോൾ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു പീസ് എടുത്ത് മാറ്റി വെക്കുക. അതായത് ബാക്ക് പീസ് എടുത്ത് മാറ്റി വെക്കുക. ബാക്കിലെ പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യാം. ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2.5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ള ലൈന് കറക്റ്റ് ഉള്ളോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് വേണം നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കണം കേട്ടോ. ഉള്ളോട്ട് മടക്കി കൊടുത്തതിന് ശേഷം നെക്ക് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആം ഹോൾ കട്ട് ചെയ്യുക. പിന്നെ ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിന്റെ മുകൾ ഭാഗം അതുപോലെ തന്നെ താഴത്തും ചെറിയൊരു നോച്ച് കൊടുക്കുക. കാരണം എവിടെ വരെയാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വരേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കുഞ്ഞു നോച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ യോക്കിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ചധികം പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് ലെങ്ത്തും 4 ഇഞ്ച് വിഡ്ത്തും ഉള്ള പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. ഇതിലും ചെറുതാക്കണമെങ്കിൽ ഇതിലും ചെറുതാക്കാം, ഇതിലും വലുതാക്കണമെങ്കിൽ വലുതാക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ഒരു പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ അടുത്ത പീസിന്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. കാരണം ആ സ്റ്റിച്ച് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് വിട്ടുപോകും. അതുകൊണ്ട് നന്നായിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് എടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ ഇതേപോലെ എല്ലാ പീസും നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിനും വിഡ്ത്തിനും അനുസരിച്ചിട്ട് എല്ലാ പീസും സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു പീസിന്റെ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസിന്റെ ബാക്ക് സൈഡിൽ നല്ല വശത്തല്ല ചീത്ത ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, ലൈനിങ് വെക്കുക. കറക്റ്റ് ലൈനിങ് വെക്കുക. ലൈനിങ് വെച്ചതിന് ശേഷം ലൈനിങ്ങിന്റെ ആ ഒരു അളവ് പ്രകാരം, ലൈനിങ് ആണ് കറക്റ്റ് അളവ്, നല്ല ക്ലോത്ത് അല്ല. അപ്പൊ ലൈനിങ്ങിന്റെ അളവ് പ്രകാരം എല്ലാ സൈഡും തട്ടത്ത് കൂടെ ഒന്ന്, അതായത് സൈഡിലൂടെ ഒന്ന് റാൻഡം ആയിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. കാരണം ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് ആ എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ റാൻഡം ആയിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുക്കാൻ വേണ്ടി പറയുന്നത്. സെയിം ഇതേപോലെ തന്നെ ഫ്രണ്ടിലുള്ള 2 പീസും അതിന്റെ ബാക്ക് സൈഡിലായിട്ട് ലൈനിങ് വെച്ചിട്ട് റാൻഡം ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. ഫ്രണ്ടിലുള്ള പീസ് വെക്കുന്ന സമയത്ത് 2.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 2.5 ഇഞ്ചിനും കൂടി കണക്കാക്കിയിട്ട് ക്ലോത്ത് ഉണ്ടാവണം കേട്ടോ. സ്ലീവ് നമ്മൾ ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ലീവ് ഇതുപോലെ തന്നെ പാച്ച് വർക്ക് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം അതേപോലെ തന്നെ ആദ്യം ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം അളവ് പ്രകാരം സ്ലീവ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള റെഫറൻസ് പിക്കിൽ പ്ലെയിൻ ക്ലോത്ത് ആയതുകൊണ്ടാണ് നമ്മൾ പ്ലെയിൻ ക്ലോത്ത് എടുത്തത്. അപ്പോൾ 13 ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നോർമൽ നമ്മൾ ആം ഹോൾ കുഴിച്ചു വരയ്ക്കുന്ന പോലെ തന്നെ ആം ഹോൾ കുഴിച്ചു വരയ്ക്കുന്നുണ്ട്. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ഒത്തിരി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. താഴത്തുള്ള വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്, അളവ് പ്രകാരം കട്ട് ചെയ്യുന്നുണ്ട്, സെന്ററിലും കൂടി ഒരു കട്ട് കൊടുത്തെടുക്കുന്നുണ്ട്. ഇനി സ്കേർട്ട് പീസിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കുറച്ചധികം ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിന് നമ്മൾ യോക്കിന് എടുത്തിട്ടുള്ള ലെങ്ത് മൈനസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ 19 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. 18 ഇഞ്ച് ലെങ്ത്തും 1 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 19 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ മാക്സിമം കിട്ടുന്ന വിഡ്ത്തിനനുസരിച്ചിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലോത്ത് വിഡ്ത്ത് കിട്ടും എന്ന് വെച്ചാൽ ആ വിഡ്ത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഓവർ വിഡ്ത്ത് ആവുന്ന സമയത്ത് അത് അത്ര തന്നെ കാണാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഒത്തിരി വിഡ്ത്തുള്ള ക്ലോത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ നടു കട്ട് ചെയ്തിട്ട് 2 പീസായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ്, ഒരുപാട് കളേഴ്സ് വരുമ്പോഴായിരിക്കും ഭംഗി ഉണ്ടാവുക. അതായത് ഒരുപാട് വിഡ്ത്തിൽ ഒരു പീസ് തന്നെ അങ്ങനെ കുറെ പ്രില്ലിട്ട് വരുന്നതിനേക്കാളും അടുപ്പിച്ചിട്ട് വേറെ വേറെ പീസ് വരുമ്പോഴായിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നല്ല വശത്തിന് മുകളിൽ നല്ല വശം വെക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈനിങ്ങും അതുപോലെ തന്നെ നല്ല പീസും കൂടി സൈഡിലൂടെ ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സൈഡിലൂടെ ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ 2.5 ഇഞ്ച് കട്ട് ചെയ്ത്, അതായത് നീക്കിയിട്ടുള്ള അടയാളപ്പെടുത്തിയിട്ടുള്ള ലൈനിന്റെ മുകളിലും അതുപോലെ തന്നെ താഴത്തും ഇതുപോലെ ചെറിയ നോച്ച് കൊടുത്തെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എവിടെ മുതൽക്ക് എവിടെ വരെയാണ് അറിയാൻ വേണ്ടി. അപ്പൊ ഏത് ഭാഗം, അതായത് ഹൂക്ക് കൊടുക്കുന്ന ഭാഗം, നമ്മൾ ബട്ടൺസ് കൊടുക്കുന്ന ഭാഗം എല്ലാവരും അധികവും റൈറ്റ് സൈഡിലാണ് കൊടുക്കുക. അപ്പൊ ആ റൈറ്റ് സൈഡിൽ വരുന്ന ഭാഗം ആദ്യം എടുത്തിട്ടുണ്ട്. അതിനെ കറക്റ്റ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ പുറമേക്ക് കാണാത്ത രീതിയിൽ, അതായത് നമ്മൾ 2.5 ഇഞ്ച് കൊടുത്തിട്ടുള്ള ക്ലോത്ത് പുറത്തേക്ക് വിസിബിൾ ആവാത്ത രീതിയിൽ വേണം നമ്മൾ മടക്കി കൊടുക്കാൻ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യം നമ്മൾ ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈനിലേക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി മടക്കി കൊടുക്കുക. അതായത് ആ നോച്ച് കറക്റ്റ്
ആണെന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. കറക്റ്റ് ആ നോച്ച് വരുന്ന ഭാഗത്ത് തന്നെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തി മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. ആദ്യം സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് തൊട്ട് കുറച്ച് വിട്ടിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക. ആ സ്റ്റിച്ചിന് ബലം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതേപോലെ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് ലോക്ക് ചെയ്യുക കേട്ടോ. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ എക്സ്ട്രാ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അതായത് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളോട്ടേക്ക് മടക്കിയിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കാരണം എക്സ്ട്രാ വരുന്ന ആ ഭാഗമുണ്ട്, ആ ഭാഗം നമ്മുടെ കറക്റ്റ് നെക്കിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് എടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് എടുക്കുന്ന സമയത്ത് വ്യത്യാസം എന്താന്ന് വെച്ചാൽ അവിടെ നമ്മൾ പുറത്തേക്ക് കാണുന്ന രീതിയിൽ, അതായത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ബട്ടൺസ് കൊടുക്കുന്ന ഭാഗമാണ്. ആ ബട്ടൺസ് കൊടുക്കുന്ന ഭാഗം വന്ന് നിൽക്കുന്ന താഴ്ഭാഗം അത് പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ ആദ്യം ചെറുതായിട്ട് ഒരു 1/4 ഇഞ്ചിൽ മടക്കുക. 1/4 ഇഞ്ചിൽ മടക്കിയതിന് ശേഷം നമ്മൾ ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിലേക്ക് ഇതേപോലെ മടക്കി കൊടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മടക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ 2 സ്റ്റിച്ച് കൊടുക്കുക. ആദ്യം തട്ടത്തു കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക, പിന്നെ കുറച്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. പിന്നെ നെക്കിന്റെ ഭാഗത്ത് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ ഇതേപോലെ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഒന്നിന്റെ മുകളിൽ ഒന്ന് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. കറക്റ്റ് നമ്മുടെ ആ നെക്കിന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ താഴേക്ക്, അതായത് സ്കേർട്ട് പാർട്ടിലേക്കുള്ള പീസ് എടുക്കാം. സ്കേർട്ട് പാർട്ടിലേക്കുള്ള പീസൊക്കെ ഞാൻ ഇതേപോലെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ വരുന്ന, അതായത് നമ്മുടെ ആ സെന്ററിൽ വരുന്ന പീസ് എടുക്കുക. സെന്ററിൽ വരുന്ന പീസ് നമ്മൾ ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. മുകളിലും അതേപോലെ തന്നെ താഴെയും 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് ആദ്യം ഒരു മടക്കുക, പിന്നെ ഒരു മടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ താഴെ വരെ, അതായത് മുകളിൽ നിന്ന് നേരെ താഴെ വരെ ചെയ്യുക. ആദ്യം തട്ടത്തിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 സ്റ്റിച്ച് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ സ്റ്റിച്ചിന് ഒരു ബലം ഉണ്ടാവാൻ വേണ്ടിയിട്ടും പിന്നെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ 2 സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നത്. പിന്നെ എല്ലാ ക്ലോത്തിനും കൂടി ഈക്വൽ ആയിട്ട് പോകുന്നത് കൊണ്ടാണ് ബ്ലാക്ക് കളർ ത്രെഡ് ഇട്ടത് കേട്ടോ. മറ്റേ ഓരോ കളർ ത്രെഡ് ഇടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ബ്ലാക്ക് കളർ ത്രെഡ് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ യോക്ക് പീസ് എടുക്കുക. യോക്ക് പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സ്കേർട്ട് പീസിന്റെ നല്ല വശം വെക്കുക. ആദ്യം ഒരു 2 ഇഞ്ച് നമ്മൾ നോർമൽ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. കാരണം 2 ഇഞ്ച് വരെ നമുക്ക് ഫ്രിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം സീം അലവൻസ് ആണ്. അപ്പൊ ആ 2 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ബാക്കി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മാക്സിമം കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആക്കി ഇടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആക്കിയിട്ട് ഇടുക. അപ്പൊ ആദ്യമേ പ്ലീറ്റ്സ് ഇട്ടിട്ട് പിന്നെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒന്നിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ കംഫർട്ട് എങ്ങനെയാന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എൻഡിലെത്തുന്ന സമയത്ത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിന്റെ മുകളിലായിട്ട് വേണം നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ച് വരാൻ വേണ്ടി. ബാക്ക് പീസ് ഞാൻ ഓൾറെഡി പ്രിൽസ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ബാക്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഫ്രണ്ടിലാണ് നമുക്ക് 2 പാർട്ടായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ബാക്കിൽ ഇതേപോലെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിലും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ബാക്ക് പീസിന്റെ നല്ല വശം വെക്കുക, 2 സ്റ്റിച്ച് കൊടുക്കുക. ഷോൾഡർ എപ്പോഴും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞിട്ടുള്ള വേരിയേഷൻസ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ യോക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതായത് യോക്ക് പീസും സ്കേർട്ട് പീസും കൂടി സ്റ്റിച്ച് ചെയ്ത ഭാഗം, ആ ഭാഗം കറക്റ്റ് ഫ്രണ്ടിലെ പീസും അതുപോലെ തന്നെ ബാക്കിലെ പീസും കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. കറക്റ്റ് ആക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നമ്മൾ കൊടുത്തിട്ടുള്ള ഷോൾഡറിന്റെ സ്റ്റിച്ച് ഫ്രണ്ടിലേക്ക് കുറച്ച് ഇറങ്ങി നിൽക്കും. അതായത് ഒരു 1/4 ഇഞ്ചോളം ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് നിൽക്കുക. അപ്പൊ ആ രീതിയിലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിലെ പീസിനും ബാക്കിലെ പീസും തമ്മിൽ 1.5 ഇഞ്ച് ലെങ്ത്തിൽ വേരിയേഷൻ എടുക്കാനുള്ള കാരണം കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നമ്മൾ കൊടുത്തിട്ടുള്ള ബാക്കിൽ ആ കോളറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിൽ നമ്മൾ 1/2 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ലെങ്ത് കുറച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് കയറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്കത് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലെ പീസും അതുപോലെ തന്നെ ബാക്കിലെ പീസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അതായത് 1/4 ഇഞ്ചാണ് ഫ്രണ്ടിലേക്ക് ബാക്കിലെ പീസ് വരുന്നത്. അപ്പൊ ആ 1/4 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ 1/4 ഇഞ്ചിൽ ഇതേപോലെ ഒരു റൗണ്ട് നെക്ക് വരച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് ഓവർ കട്ട് ചെയ്യരുത്. ഓവർ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോളർ ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുക. അപ്പൊ ഇതേപോലെ നമ്മൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് എത്രയാണോ ബാക്കിലെ പീസ് ഫ്രണ്ടിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ആ അളവ് തന്നെ കറക്റ്റ് ആക്കി എടുത്ത് കട്ട് ചെയ്യാം.
ഇനി നമുക്ക് ആം ഹോളിന്റെ ഭാഗത്തേക്ക് വരാം. ആം ഹോളിന്റെ ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ലെങ്ത് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമ്മുടെ ഫ്രണ്ടിലെ പീസ് കറക്റ്റ് ആയിട്ട് നമ്മുടെ 7 ഇഞ്ച് ലെങ്ത്തിലാണ് വന്ന് നിൽക്കുക. കറക്റ്റ് 7 ഇഞ്ച്, 7 ഇഞ്ചല്ല, കുറച്ചൊരു 7 ഇഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് വരുന്നുണ്ട്. ഒരു 7.25 അടുപ്പിച്ചിട്ട് വരുന്നുണ്ട്. ഒരു കുറച്ച് വേരിയേഷൻ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ 1/2 ഇഞ്ചല്ലേ കുറച്ചത്, ഒരു 1/4 ഇഞ്ച് കുറച്ചിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടിയേനെ. പക്ഷെ 1/4 ഇഞ്ച് കുറയ്ക്കാത്ത എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വേരിയേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് 1/2 ഇഞ്ച് കുറച്ചെടുത്തത്. ഫ്രണ്ടിലെ പീസ് കറക്റ്റ് ആയിട്ടാണുള്ളത്. ഫ്രണ്ടിലെ പീസിന്റെ കറക്റ്റ് അളവിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ബാക്കിലെ പീസ് ഇതേപോലെ നമ്മൾ കുഴിച്ച് വരയ്ക്കണം. അപ്പൊ ഫ്രണ്ടിലെ പീസ് കുറച്ച് അധികം കുഴിച്ചിട്ടുണ്ടാവും. അപ്പൊ അത്ര തന്നെ കുഴിക്കരുത്. ബാക്കിലെ പീസ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു രീതിയിൽ കറക്റ്റ് ആ 7 ഇഞ്ച് കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് കുഴിച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യത്യാസം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യമേ 1/2 ഇഞ്ച് കുറച്ചെടുത്തത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മുടെ അളവ് പ്രകാരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ആം ഹോൾ കൂടുതലായി പോകും. കാരണം ഈ രണ്ട് ലെവലും ഒരേപോലെ വരുമ്പോൾ ആം ഹോൾ കൂടുതലായി പോകും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യമേ എടുക്കുന്ന സമയത്ത് ആം ഹോൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞത്. നമുക്ക് പിന്നീട് ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതേപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഷർട്ട് കോളർ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിനോടൊപ്പമുള്ള വീഡിയോ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുതലാണ്. കാരണം നമ്മൾ ഷർട്ട് കോളറിന്റെ ഡീറ്റെയിൽ ആയിട്ടും കൂടി പറയാൻ നിൽക്കുമ്പോൾ ഒത്തിരി ലെങ്ത് ആയിപ്പോൾ. അതുകൊണ്ട് തൊട്ടടുത്തൊരു വീഡിയോ ആയിട്ട് ഷർട്ട് കോളർ എങ്ങനെയാ ചെയ്യാന്നുള്ളത് കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ ഷോൾഡർ ലൈൻ കുറച്ച് ഇറങ്ങിയിട്ടാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, യോക്ക് പാർട്ടിനെ കറക്റ്റ് 2 മടക്കിയിട്ട് കറക്റ്റ് സെന്റർ, അതായത് കറക്റ്റ് നമ്മുടെ ആ ഒരു സെന്റർ എവിടെയാന്ന് വെച്ചാൽ അവിടെ ചെറിയൊരു നോച്ച് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ വേണം സ്ലീവിന്റെ സെന്റർ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലാണ്ട് ഷോൾഡറിലല്ല വെക്കാൻ. സ്ലീവിന്റെ താഴ്വശത്ത് ഞാനൊരു പൈപ്പിംഗ് ആണ് കൊടുത്തെടുക്കുന്നത്. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് 2 ലെയർ ആയിട്ട് പ്ലെയിൻ ക്ലോത്തോ അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള ക്ലോത്തോ സെയിം കളർ ക്ലോത്ത് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. നമ്മൾ തംബ്നെയിലിൽ കണ്ട ഫോട്ടോ പോലെ ഞാൻ അത് ചെയ്യുന്നില്ല, താഴ്വശം മടക്കി തയ്ക്കുകയാണ്. സൈഡും കൂടി നമ്മുടെ അളവ് പ്രകാരം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതും കൂടി ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രഗ് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്